പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. വൃന്ദയ്ക്ക് ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. കാലത്തെ എഴുന്നേറ്റവൾ ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നു. അമ്മയും ഏട്ടത്തെയും അടുക്കളയിലുണ്ട്. അമ്മേ, ആ മോളെ, എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? കണ്ണേട്ടൻ പറഞ്ഞത് 9 മുന്നേ ഇറങ്ങാന്നാ. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കണ്ണേട്ടൻ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്. ഏതോ 2 പാർട്ടി കാണാൻ വരുന്നുണ്ടത്രേ. എങ്കിൽ നേരം കളയാണ്ട് മോൾ എന്തെങ്കിലും കഴിച്ച് റെഡിയാവാൻ നോക്ക്. ആ ശരിയമ്മേ. വൃന്ദ കസേരയിലിരുന്നപ്പോൾ ശ്രീദേവി അവൾക്കായി ഒരു കപ്പ് കാപ്പി എടുത്തു കൊടുത്തു. കുഞ്ഞാവ് എഴുന്നേറ്റില്ലേ ചേച്ചി? ഇല്ലടാ, നല്ല ഉറക്കത്തിലാ. ജലദോഷം എങ്ങനെയുണ്ട്? കുറവായോ? രാത്രിയിലെ മരുന്ന് കൊടുത്തിട്ട് പിന്നെ വലിയ പ്രശ്നമുണ്ടായില്ല. ആൾ ഓക്കെയാണ്. നന്നായി. കുറവില്ലെങ്കിൽ ചേച്ചി ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. ആ, അങ്ങനെ ഓർത്തിരിക്കുന്നത്. നോക്കാം. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അല്ലേടാ, അതിൻ്റെ കൊണ്ടും വരും. കാലത്തെ വല്ലാത്ത തണുപ്പ്, അതിനുശേഷം കടുത്ത വെയിലും ചൂടും, ആവിയും പരവേശവും ഒക്കെയല്ലേ, അതാണ് കൂടുതലും. ശ്രീദേവിയും വൃന്ദയും കൂടി സംസാരിച്ചിരുന്നപ്പോൾ ശിവ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അവനും വന്നിട്ട് ശ്രീദേവിയുടെ കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പി വാങ്ങി. എന്നിട്ട് ഉമ്മറത്തേക്ക് പോയി. കാപ്പിയും കുടിച്ച് ന്യൂസ് പേപ്പർ വായിച്ച് അവൻ ആ ഇരിപ്പ് കുറച്ച് സമയം ഇരിക്കും. അതവൻ്റെ പതിവാണ്. വൃന്ദ ആ നേരത്ത് ഹോസ്പിറ്റലിൽ പോകുവാനായി റെഡിയാകാൻ വീണ്ടും മുകളിലേക്ക് പോയി. തൻ്റെ ഫോണിരുന്നപ്പോൾ വെറുതെ ഒന്ന് എടുത്തു നോക്കി. അപ്പോഴാണ് അമ്മയുടെ മെസ്സേജ്. മോളെ, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇന്ന് നിനക്ക് ചെക്കപ്പ് ഉള്ളതല്ലേ? കണ്ണിന് വരാൻ സമയമില്ലെങ്കിൽ അമ്മയെ വിളിക്കാൻ മടി കാണിക്കരുതേ. മോൾക്ക് അമ്മയോടും അച്ഛനോടും ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഞങ്ങൾക്കങ്ങനെ പറ്റില്ലല്ലോ. നീ ഞങ്ങളുടെ മകളായി പോയില്ലേ. മക്കൾ എന്തെങ്കിലും അവിവേകമോ തെറ്റോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കേണ്ടത് മാതാപിതാക്കളായി ഞങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മെസ്സേജ് വായിച്ചിട്ട് സത്യത്തിൽ അവൾക്ക് അവജ്ഞ തോന്നി. പിന്നെയും അമ്മ കാര്യമായിട്ടെന്തോ ടൈപ്പിംഗ് ആണ്. അപ്പോൾ ശ്രീപ്രിയ ആരുടെ മകളാണ്? മേലിൽ എന്നെ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിടാത്തത് എൻ്റെ മര്യാദ കൊണ്ടാണ്. ഇനി അതുകൂടി ചെയ്യിപ്പിക്കരുത്. വൃന്ദ അമ്മയ്ക്ക് തിരിച്ചൊരു മെസ്സേജ് അയച്ചിട്ട് കിടക്കയിലേക്ക് വന്നിരുന്നു. പിന്നീട് സുമയുടെ യാതൊരു അനക്കവുമില്ലായിരുന്നു. അവർ മെസ്സേജ് സീൻ ചെയ്തു എന്നുള്ളത് വൃന്ദയ്ക്ക് മനസ്സിലായി. ദേഷ്യവും ഒരുപാടുണ്ടെങ്കിലും അവൾ സഹിച്ചിരുന്നു. ശിവ കയറി വന്നപ്പോൾ അവളെ കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞതുമില്ല. എന്തുപറ്റി തൻ്റെ മുഖം വല്ലാതെ? ഏയ് ഒന്നുമില്ല, ഏട്ടന് തോന്നാ. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ധരിക്കുവാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് തന്നെ ശിവയ്ക്കൊരു ഐഡിയ തോന്നി. അവൻ ഒട്ടും അമാന്തിക്കാതെ അവളുടെ ഫോണെടുത്ത് ചെക്ക് ചെയ്തു. അവളുടെ അമ്മ അയച്ച മെസ്സേജ് ഡിലീറ്റ് ആക്കുവാൻ വൃന്ദ മറന്നു പോയതുകൊണ്ട് ശിവയ്ക്കത് വായിക്കാൻ സാധിച്ചു. അപ്പം അതാണ് കാര്യം. വൃന്ദയുടെ മറുപടി കണ്ടപ്പോൾ അവന് ചിരി വന്നു. പെണ്ണിന് വിവരം വെച്ച് തുടങ്ങി. അതാണ് ഇമ്മാതിരി ഡയലോഗ്, അവൻ ഓർത്തു. അവൾ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ശിവ ലാപ്പ് ഓൺ ചെയ്ത് അതിൻ്റെ മുന്നിലിരിപ്പുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവൻ നല്ല തിരക്കിലാണ്. മിക്കവാറും വരാൻ ലേറ്റാകും. വന്നാൽ തന്നെ പിന്നെയും ജോലി ചെയ്തിരിക്കും. ഏട്ടനും അമ്മയും വൃന്ദയുമൊക്കെ അവനോട് ഇക്കാര്യം പറഞ്ഞ് വഴക്കുകൂടും. ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്നാൽ അത് വേറെ പലതിലേക്കും വഴിവെക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ശാസിക്കും. അവനും അതറിയാം. പക്ഷേ തൻ്റെ പ്രൊഫഷൻ അതവന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണേട്ടാ, ഞാൻ റെഡിയായിട്ടോ? വൃന്ദ പറഞ്ഞതും ശിവ എഴുന്നേറ്റു. ഓക്കേടാ, ഒരു 10 മിനിറ്റ്, ഇപ്പോൾ വരാം. അവളുടെ വയറിൽ ഒന്ന് തലോടിയ ശേഷം ശിവയും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വൃന്ദ ചെക്ക് ചെയ്തു. ഭാഗ്യത്തിനൊന്നും വന്നിരുന്നില്ല. അങ്ങനെ ഇരുവരും കൂടി 8 മണി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഇന്നും ഷീല കല്യാണം വിളിക്കാനായി പോയിരിക്കുകയാണ്. മണിക്കുട്ടിക്കും ടൗണിൽ പോകണം, എന്തൊക്കെയോ വാങ്ങാനായി. അതുകൊണ്ട് അമ്മയും മകളും കാലത്തെ ഇറങ്ങി.
ഒപ്പം ഷീലയ്ക്കൊരു സാരിയും 2 നൈറ്റിയും ഒക്കെ വാങ്ങിക്കണം. ആളുകളൊക്കെ വരുമ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കാൻ നൈറ്റി നല്ലതൊന്നുമില്ല. അതുപോലെ ബെഡ്ഷീറ്റ് മേടിക്കണം. 1-2 മുണ്ട് വാങ്ങണം. ആരെങ്കിലുമൊക്കെ വന്നാൽ കൊടുക്കാനായി. എല്ലാത്തിൻ്റെയും ലിസ്റ്റ് എടുത്തിട്ടാണ് രണ്ടാളും കൂടി പോയത്. ആദി അമ്മയ്ക്ക് വേണ്ട കാശൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവൻ വർക്ക് ചെയ്ത വീട്ടിലെ അവൻ്റെ തന്നെ സ്വന്തക്കാരനായ ചേട്ടനോട് 1,00,000 രൂപ കടം മേടിച്ചു. 3 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. ആ കാശിനാണ് പ്രിയയ്ക്ക് കമ്മലും അതുപോലെ ഡ്രസ്സും ഒക്കെ മേടിച്ചത്. അതിൽ നിന്നും കുറച്ച് പൈസ മിച്ചം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് കുറച്ച് കാശും കൂടി കയ്യിലുണ്ട്. കല്യാണം ആവുമ്പോൾ കാശ് വെറുക്കുന്നത് അറിയില്ല. എത്രയുണ്ടെങ്കിലും തികയത്തുമില്ല. ദിവ്യയുടെ കാര്യം നടത്തി വിട്ടതുകൊണ്ട് ആദിക്കത് നല്ലോണം അറിയാൻ താനും. ആദി, പ്രിയ വന്നിട്ട് വിളിച്ചപ്പോൾ ആദി തലമുടി ചീവിക്കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുവാണ്. ആ, എന്താടി? ദേ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ബാഗ് തുറന്ന് ചോറ് പൊതി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് ബാഗ് എടുത്ത് ഹോളിലേക്ക് കൊണ്ടുപോയി. അവൻ ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ പ്രിയ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. പ്രിയ, ആ വടി കഴിക്കാം. ആദ്യം കഴിച്ചോ, എനിക്കിത്തിരി ജോലിയുണ്ട്. ആ വാടി കഴിക്കാന്ന്. ഓ ഇപ്പോൾ വേണ്ടാതി. പെണ്ണെ, മര്യാദയ്ക്ക് വരുന്നുണ്ടോ നീ? വിളച്ചിലെടുക്കല്ലേ. അവൻ ഒച്ച വെച്ചതും പ്രിയ കയറി വന്നു. എൻ്റെ ആദി, ഇതെന്താ? ഞാൻ ആ തുണിയൊക്കെ നനച്ചിട്ടിട്ട് വരാം. അപ്പോഴേക്കും അവൻ അവളെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തിയിരുന്നു. ഇഡലിയും സാമ്പാറുമായിരുന്നു. അവൾക്ക് വേണ്ടി അവൻ ഒരു പീസെടുത്ത് മുറിച്ച് ചാറിൽ മുക്കി എന്നിട്ട് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലേലും അവൻ അങ്ങനെയാണ്. ആരും ഇല്ലാത്തപ്പോൾ ഊട്ടാനും ഉറക്കാനും ഒരു പ്രത്യേക കഴിവാണ്. അവൾ മതിയെന്ന് പറഞ്ഞിട്ടും ആദ്യം സമ്മതിക്കുന്നില്ല. ഇതോടെ കഴിക്കുവേണേ. കല്യാണമാകുമ്പോൾ ഇത്തിരി തടിയൊക്കെ വെക്കണ്ടേ നിനക്ക്? ആകെ കൂടി മെലിഞ്ഞിത്തിരിയേ ഉള്ളൂ. ഒരുപാട് തടി വെച്ചാൽ പ്രായം തോന്നും ആദി, അതല്ലേ? തോന്നിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. അവൻ കണ്ണുരുട്ടി. 9 മണിയായപ്പോൾ അവൻ പ്രിയയോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോവുകയും ചെയ്തു. വീട്ടിലെ പണികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പ്രിയ പഠിക്കാനായിരുന്നു. ഇടയ്ക്ക് അവൾ PSC ടെസ്റ്റുകളും എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. എന്തായാലും എക്സാം എഴുതുന്നുണ്ട്. എങ്കിൽ പിന്നെ പഠിച്ച് നന്നായിട്ട് എഴുതാം. അങ്ങനെയാണ് അവൾ ഓർത്തത്. അങ്ങനെ ഉച്ചവരെ പ്രിയ പഠിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ ആദ്യം അവളെ വിളിക്കും. താൻ പഠിക്കുവാണെന്ന് പ്രിയ മറുപടിയും പറയും. അതിനുശേഷം അവൾ അമ്മയെ വിളിച്ചപ്പോൾ അവർ രണ്ടാളും തുണിക്കടയിൽ കയറിയിരിക്കുകയാണ്. മോളെ, ഓരോന്നായിട്ട് വാങ്ങുക. സാരി നോക്കിയില്ല, അത് മുകളിലത്തെ നിലയിലാണെന്ന്. ശരി അമ്മേ, അമ്മ നല്ല സാരി നോക്കി മേടിക്കുക. പറഞ്ഞുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. അപ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഇറങ്ങിച്ചെന്നപ്പോൾ ദിവ്യ ചേച്ചിയും രാജീവ് ചേട്ടനും. വീർത്ത് തുടങ്ങിയ അത്യാവശ്യം വലിയ വയറൊക്കെ താങ്ങിപ്പിടിച്ച് ചേച്ചി പുഞ്ചിരിയോടെ ഇറങ്ങി വന്നു. ചേച്ചി, പ്രിയയും അവരുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നു. ഇതെന്താ ചേച്ചി വിളിച്ചു പറയാഞ്ഞത്? ഒരു സർപ്രൈസ് തരാൻ വന്നല്ലേ പ്രിയക്കുട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പഠിത്തമായിരിക്കുമല്ലേ? അതെ ചേച്ചി. വാ രാജീവേട്ടാ, ഇന്ന് ജോലിയില്ലായിരുന്നോ? ഇന്ന് അവധിയെടുത്തു. ദിവ്യയ്ക്ക് ഇങ്ങോട്ട് പോരണോന്ന് പറഞ്ഞു. കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതെ, എത്ര പെട്ടെന്നാണല്ലേ കല്യാണം എത്തി. പ്രിയ ദിവ്യയുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് അവർക്ക് കുടിക്കാൻ ഓരോ ഗ്ലാസ് നാരങ്ങാവെള്ളം ഇട്ടുകൊണ്ട് വന്നു. ചേച്ചി, അമ്മയ്ക്ക് സുഖമല്ലേ? അതേടാ, സുഖം. അങ്ങനെ ഒരു 10 മിനിറ്റ് അവരുമായി സംസാരിച്ചിരുന്നിട്ട് പ്രിയ ഊണ് വിളമ്പുവാനായി പോയി. കാലത്തെ വെച്ച സാമ്പാറും ബീൻസ് തോരനും പിന്നെ ഉണക്കമാന്തൾ വറുത്തതുമായിരുന്ന കറികൾ. ഒപ്പം തന്നെ പ്രിയ 2 മുട്ടയെടുത്ത് പൊരിച്ചു. കൂടെ കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടവും വറുത്തു. കണ്ണിമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി അവൾ അവർക്ക് ചോറ് കൊടുത്തു. പ്രിയോടൊപ്പം ഇരിക്കാൻ ദിവ്യ ആവുന്നത്ര പറഞ്ഞെങ്കിലും അവൾ ഇരുന്നില്ല. ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് പറഞ്ഞ് അവൾ അവരുടെ അരികിൽ നിന്നു. പ്രിയ കഴിച്ചോന്നറിയാനായി ആദ്യം ഫോൺ ചെയ്തപ്പോൾ ദിവ്യ ചേച്ചി വന്ന വിവരം അവൾ പറഞ്ഞു. ഫോൺ അളിയന് കൊടുക്കാൻ അവൻ പ്രിയോട് ആവശ്യപ്പെട്ടു. ഹലോ ആദി. ആ അളിയ, എപ്പോൾ എത്തി? ദേ ഒരു 15 മിനിറ്റ്, ഞങ്ങൾ കഴിക്കുവാ. അമ്മയും മണിക്കുട്ടിയും വന്നിട്ടില്ല. അളിയൻ എന്താ വിളിച്ചു പറയാതെ വന്നത്?
കറിയൊക്കെ ഉണ്ടോ ആവോ? കറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വിളിച്ചു പറയാഞ്ഞത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ആദി? എന്തിനാ വെറുതെ? എന്നാലും അങ്ങനെ അല്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കോഴിയൊക്കെ വാങ്ങി കൊടുത്തിട്ടേ പോരുള്ളായിരുന്നു. സാരമില്ലെന്നേ, ഇതൊക്കെ ധാരാളം മതി. ആ പിന്നെ ആദ്യം ഞാൻ നേരത്തെ പോകും കേട്ടോ. ദിവ്യ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അളിയൻ അടുത്തയാഴ്ച നേരത്തെ എത്തില്ലേ? ആ, ഞാൻ തിങ്കളാഴ്ച വൈകിട്ടിങ് എത്തിക്കോളാം. ശരി. ആദിക്ക് എന്നു മുതലാണ് ലീവുള്ളത്? എനിക്ക് ചൊവ്വാഴ്ച ഉച്ച വരെ ഡ്യൂട്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആഴ്ച മുഴുവൻ ലീവ് എടുക്കാമെന്നോർത്താം. ലീവ് കിട്ടുമെങ്കിൽ എടുത്താൽ മതി, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, എന്തായാലും നോക്കട്ടെ അളിയ, സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. എന്നാൽ പിന്നെ ആദ്യം വെച്ചോ, ഡ്യൂട്ടി ടൈം അല്ലേ? ശരി അളിയ, ഞാൻ വൈകിട്ട് വിളിക്കാം. പിന്നെ അവൾക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുഴപ്പവുമില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തേ തരുന്നില്ല. ഏതു നേരവും വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് ബഹളം. അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവ് എടുത്ത് കൊണ്ടുപോകുന്നതാ. രാജീവിൻ്റെ പറച്ചിൽ കേട്ടതും ആദ്യം ചിരിച്ചു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ദിവ്യയുമായി കലുവില വർത്താനങ്ങൾ പറഞ്ഞിരിക്കുവാണ് പ്രിയ. രാജീവ് അവരോട് യാത്ര പറഞ്ഞു പോയിരുന്നു. അമ്മയും മണിക്കുട്ടിയും 3 മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞത്. ദിവ്യ വന്ന വിവരം പ്രിയ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും പലഹാരം വാങ്ങിക്കൊണ്ട് വരുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് അമ്മയോട് പറഞ്ഞത്. ദിവ്യയുടെ വീർത്ത വയറ് കാണുമ്പോൾ പ്രിയയ്ക്ക് വല്ലാത്ത സന്തോഷം. അവൾ ഇടയ്ക്കൊക്കെ അതിൽ വന്ന് പിടിക്കും, കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്നറിയാനായി. കുഞ്ഞിന് ഇപ്പോൾ നന്നായിട്ട് അനക്കമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയത്തേക്കൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ദിവ്യ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയപ്പോൾ ശ്രീപ്രിയ തൻ്റെ മൊബൈൽ കയ്യിലേക്കെടുത്തു. എൻ്റെ ആദി, എനിക്ക് ചേച്ചിയുടെ വയറ് കാണുമ്പോൾ കൊതി വരുവാ. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ കെട്ടിപ്പൂട്ടി വെപ്പിക്കാനാണോ നീ എന്നെ കല്യാണം കഴിച്ചത്? പ്രിയയുടെ മെസ്സേജ് കണ്ടതും അവന് ചിരി വന്നു. ഒരാഴ്ച കൂടി ക്ഷമിക്കുമെന്നേ, നിന്റെ വയറ് വീർപ്പിക്കുന്ന കാര്യം ഈ ആദി ഏറ്റുവെന്ന് അവൻ അവൾക്ക് റിപ്ലൈയും കൊടുത്തു. തുടരും.